പൂർണ്ണമായിട്ടും ഓൺലൈനിലോട്ട് മാറ്റിയാൽ പോലും നമ്മൾ മാക്സിമം OMRൽ തന്നെ ചെയ്യുന്ന രീതി ആയിരിക്കും. കാരണം OMRൽ ചെയ്യുമ്പം വിദ്യാർത്ഥികൾ അത്രത്തോളം ശ്രദ്ധ കൊടുക്കും. ഇനി വരുന്നത് നമ്മൾ മറ്റൊരു മോഡിലേക്കാണ്. ബ്രില്യൻറ്റിൻ്റെ യഥാർത്ഥ സിസ്റ്റമാറ്റിക്കുള്ള ഒരു സക്സസ് സ്റ്റോറിയിൽ യഥാർത്ഥത്തിലുള്ള രണ്ടാമത്തെ ഒരു പാർട്ടിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇനി വരാൻ പോകുന്ന ഏറ്റവും പീക്ക് ടൈമാണ്. എക്സാം ഓറിയൻറ്റഡ് ആണ്. എക്സാമുകൾ, അതിൻ്റെ റിസൾട്ട് അനാലിസിസ്, അതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ്, പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ഒക്കെ ഉള്ളൊരു യാത്ര. 24,000 രൂപ മാത്രമേ വാർഷിക ഫീസുള്ളൂ. ഈ 456 സീറ്റുകൾക്കും 24,000 മാത്രമേ ആനുവൽ ഫീസ് ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. അവിടുത്തെ പ്രവേശനവും പരീക്ഷയും നിയമനവും എല്ലാം അതാത് കോളേജുകളാണ്. അപ്പോൾ അതൊരു യൂണിവേഴ്സിറ്റിയാണ്. അത് ആ രീതിയിലാണ് അതിനെ കാണേണ്ടത്. അപ്പോൾ തന്നെ അവിടെ എന്താണ്, റിസർവേഷനുകൾ ഉണ്ടായിരിക്കുകയില്ല. ഓപ്പൺ സീറ്റുകളായിരിക്കും മുഴുവൻ ഉണ്ടാവുക. അതുപോലെ തന്നെ 15% NRI സീറ്റുകൾ ഉണ്ടാവും. ഒരു വർഷം നിർബന്ധമായിട്ട് ബോണ്ട് ചെയ്യണം. അതിന് പക്ഷേ ഉയർന്ന ശമ്പളം കിട്ടും. ഇപ്പം തന്നെ ഏതാണ്ട് 1 ലക്ഷത്തിനടുത്ത് മാസ വരുമാനം നമുക്ക് കിട്ടും. അങ്ങനെ ഒരു വർഷം നമ്മൾ ശമ്പളത്തോടുകൂടി മാസ ശമ്പളത്തോടുകൂടി ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിൻ്റെ 125ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം ശിവൻ സാർ. നമസ്തേ. ശിവൻ സാർ, തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്കെല്ലാം ഒരു ചെറിയൊരു ആശ്വാസം ലഭിക്കുന്ന ഒരു വാർത്തയാണ് നമ്മുടെ നീറ്റിൻ്റെ സിലബസുമായി ഇന്ത്യ പ്രസിദ്ധീകരിച്ചു എന്നത്. തീർച്ചയായും അത് വലിയൊരു ആശ്വാസം നൽകുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും. കാരണം ഇവർ എല്ലാവരും തയ്യാറെടുപ്പിൻ്റെ ഏതാണ്ട് ഒരു 70-75% തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നവരാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞതുപോലെ നവംബറിൽ നമ്മൾ സിലബസ് പ്രസിദ്ധീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഡിസംബർ അവസാനമായെങ്കിലും സിലബസ് പ്രസിദ്ധീകരിച്ചു. ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2024 അതേ സിലബസ് തന്നെയാണ്. സിലബസിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല നീറ്റ് 2025 എന്നുള്ളതാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയുള്ള തയ്യാറെടുപ്പുകൾ 100% കറക്റ്റ് ആയിരുന്നു എന്നുള്ളത് വലിയൊരു ആശ്വാസം തന്നെയാണ്. കാരണം ഈ 2023 നിന്ന് 24 മാറുമ്പോൾ സിലബസിൽ ഒരു വലിയ മാറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ സിലബസിൽ നിന്നുള്ളത് മാത്രം പഠിച്ചാൽ മതിയോ, അതോ കൂടുതലായിട്ടുള്ളത് പഠിക്കണോ, +1 +2 ടോപ്പിക്ക് പഠിക്കണോ, ഏതൊക്കെ ടെസ്റ്റുകൾ പഠിക്കണം എന്നൊക്കെയുള്ള ചിന്തകൾ 2024 എഴുതിയവർക്കുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം യാതൊരു അടിസ്ഥാനവുമില്ല. എന്താണോ NTA പറഞ്ഞിരിക്കുന്നത്, എന്താണോ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഓരോ ചാപ്റ്റർ വൈസ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററിൻ്റെയും പോയിന്റ് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണോ അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ മാത്രമേ വരികയുള്ളൂ. ടോപ്പിക്ക് കുറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് കെമിസ്ട്രിയിൽ വളരെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരികയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചാപ്റ്ററുകൾക്ക് കൂടുതൽ വെയിറ്റേജ് കിട്ടുകയോ ഒന്നും സംഭവിച്ചില്ല. നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന സിലബസ് എന്താണോ അതിൽ നിന്ന് ഇതുവരെ ഉള്ള വർഷങ്ങളനുസരിച്ചുള്ള ചോദ്യങ്ങൾ തന്നെ, അതിൽ നിന്നുകൊണ്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് അത് വലിയൊരു ആശ്വാസം തന്നെയാണ്, ഒരു മാറ്റം ഈ അവസാന ഘട്ടത്തിൽ ഉണ്ടാകാത്തത്. സർ, അതുപോലെ തന്നെ ഇപ്പോഴും കുറച്ച് ചോദ്യങ്ങൾ വിദ്യാർത്ഥികൾക്കിടയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് വലിയൊരു വാസ്തവമാണ്. തീർച്ചയായിട്ടും. മറ്റൊന്നുമല്ല, എക്സാം എത്തരത്തിലുള്ളതായിരിക്കും, അതുപോലെ ഡേറ്റിൻ്റെ കാര്യങ്ങൾ, ഇതൊന്നും വിദ്യാർത്ഥികൾക്ക് ഇതുവരെ ലഭിക്കാത്ത ഒരു മായയായി തന്നെ നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ശിവൻ സാർ, അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ എന്തായിരിക്കും പറയാം? നമുക്കറിയാം, കഴിഞ്ഞ ദിവസത്തിലെ പത്രമാധ്യമങ്ങളും പാർലമെൻറ്റും എല്ലാം ചർച്ച ചെയ്തത് നീറ്റ് 2025 കാര്യങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഏതൊക്കെ തലത്തിലാണ് റീഫോം ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ചുള്ള ബഹുമാനപ്പെട്ട രാധാകൃഷ്ണൻ സമിതിയുടെ കമ്മിറ്റിയുടെ ആ റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിൽ 101ഓളം നിർദ്ദേശങ്ങളാണുള്ളത്. അതനുസരിച്ചായിരിക്കണം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രവർത്തിക്കേണ്ടത്. അതനുസരിച്ചാണ് വരാൻ പോകുന്ന എക്സാമുകൾ എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 2025 ഏത് തരത്തിലുള്ളതായിരിക്കും, ഏത് സമയക്രമത്തിലുള്ളതാണെന്നുള്ളത് ഏറ്റവും അടുത്ത് തന്നെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പബ്ലിഷ് ചെയ്യുമെന്നല്ലാതെ കൃത്യമായ ഒരു ഉത്തരം അദ്ദേഹവും നൽകിയിട്ടില്ല. സാധ്യതകൾ മാത്രമാണ് ഇപ്പോഴും വിദ്യാർത്ഥികൾക്ക് മുമ്പിലുള്ളത്. നമ്മൾ മുമ്പോട്ട് പോകുന്നത് മെയ് 4-ാം തീയതി 2024 എങ്ങനെയൊക്കെയാണോ പരീക്ഷ നടന്നത് ആ രീതി തന്നെയാണ് എന്നുള്ളതിനനുസരിച്ചാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. മാറ്റങ്ങൾക്കനുസരിച്ച് എപ്പോഴാണോ ഒറിജിനൽ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യുന്നത് അതനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് മാറും. അതിനുള്ള സമയം തീർച്ചയായിട്ടും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തരികയും ചെയ്യും. ഇപ്പോൾ ഒരു മാറ്റമുണ്ടാവുകയാണെങ്കിൽ അതിനനുസരിച്ച് മാറാനുള്ള ധാരാളം സമയം നൽകിക്കൊണ്ട് മാത്രമേ എക്സാം നടത്തുകയുള്ളൂ. അത് പെട്ടെന്നൊരിക്കലും ഒരു മാറ്റം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് 2024 രീതി തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. പിന്നെ നമ്മൾ അതനുസരിച്ച് പിന്നെ ഈ ഓൺലൈൻ നമുക്കറിയാം സാധ്യതകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സാധ്യതകളാണ് വിദ്യാർത്ഥികൾക്ക് മുമ്പിലുള്ളത്. ഒന്ന്, പൂർണ്ണമായിട്ടും ഓൺലൈൻ മോഡിൽ തന്നെ നടക്കുന്നു. നമ്മുടെ JEE നടക്കുന്ന പോലെ തന്നെ ഓൺലൈനായിട്ട് നടക്കുന്നു. ഇനി ഓൺലൈൻ അത്രയും സംവിധാനങ്ങൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് മോഡലിൽ നടക്കുന്നു. ക്വസ്റ്റ്യൻ
ഓൺലൈനായിട്ട് ലഭിക്കുകയും OMRൽ ആൻസർ മാർക്ക് ചെയ്യുകയും ചെയ്യുന്ന രീതി, അത് രണ്ടാമത്തെ രീതി. മൂന്നാമത്തത് 2024 പോലെ OMR മാത്രമുള്ള രീതി. ഇതിൽ ഈ OMR മാത്രമുള്ള രീതി അല്ലെങ്കിൽ ഓഫ്ലൈൻ രീതി ആണെങ്കിൽ തന്നെ 2-3 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, നമുക്ക് CPT ഉപയോഗിച്ച് അതാത് എക്സാം സെൻറ്ററിൽ തന്നെ ക്വസ്റ്റ്യൻ പ്രിൻറ്റ് ചെയ്യുന്ന മെത്തേഡ്. അതിപ്പം പലയിടത്തും ചെറിയ ചെറിയ ടെസ്റ്റുകൾക്കൊക്കെ അത് പ്രാവർത്തികമാക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ പരീക്ഷയുടെ അന്ന് രാവിലെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിൻറ്റ് ചെയ്യുകയും കുട്ടിയുടെ ഫോട്ടോയും രജിസ്ട്രേഷൻ നമ്പറും ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ആ സെൻറ്ററിൽ തന്നെ പ്രിൻറ്റ് ചെയ്യുന്ന രീതി, അത് CPT മെത്തേഡ്, കമ്പ്യൂട്ടർ ബേസ്ഡ് CPT മെത്തേഡ് എന്ന് പറയുന്നു. കമ്പ്യൂട്ടർ മെത്തേഡ് PPT മെത്തേഡ് എന്ന് പറയുന്നു. അതാണ് ഇപ്പം ഓഫ്ലൈൻ ആണെങ്കിൽ ഒരു ചർച്ച. അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ കഴിഞ്ഞ തവണത്തെ പോലെ പ്രിൻറ്റിങ്ങും ഡിസ്ട്രിബ്യൂഷനും ആണെങ്കിൽ അതിന് കൃത്യമായിട്ട് ഏതൊക്കെ മാനദണ്ഡങ്ങൾ ഉണ്ടാവണം, അതിൻ്റെ കൊറിയർ സർവീസുകൾ ഏതൊക്കെ രീതിയിലായിരിക്കണം, അതിൻ്റെ കൃത്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശവും, അതായത് ഒരു എലക്ഷൻ നടക്കുമ്പോൾ എന്തൊക്കെയാണോ ഒരു ഇലക്ഷന് മുൻകൂട്ടി തയ്യാറെടുക്കുന്നത്, അതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷൻ, അതിന് എത്രത്തോളം സെക്യൂരിറ്റി ഉണ്ടായിരിക്കണം, എത്രത്തോളം ലോക്കിംഗ് സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം, ആ പരീക്ഷ കഴിഞ്ഞിട്ട് അത് എങ്ങനെയായിരിക്കണം തിരിച്ച് OMR കൊണ്ടുപോകേണ്ടത്, OMR ആ എക്സാം സെൻറ്ററിൽ നിന്ന് തന്നെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള 101 നിർദ്ദേശങ്ങളാണ് സമർപ്പിച്ചിരിക്കുന്നത്. അത് ആരോഗ്യ മന്ത്രാലയവുമാണ്. കാരണം യഥാർത്ഥത്തിൽ ആരോഗ്യ മന്ത്രാലയമാണ് ഇതിനകത്ത് ഒരു യഥാർത്ഥ തീരുമാനം എടുക്കേണ്ടത്. അപ്പോൾ ആരോഗ്യ മന്ത്രാലയമായുള്ള ചർച്ചകൾ നടക്കുന്നു. ഏറ്റവും അടുത്ത് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ മാസം അവസാനം, ഡിസംബർ അവസാനം തന്നെ അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള വിവരം 2024 അങ്ങനെ നടക്കുമെന്നുള്ളത് വിദ്യാർത്ഥികളെ അറിയിക്കാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ്. അതിൽ ഓൺലൈൻ മോഡിലുള്ള പരിശീലനം നമ്മൾ കൊടുക്കുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക്. ഓൾറെഡി തന്നെ നമ്മൾ OMRനോടൊപ്പം തന്നെ നമുക്ക് ഇത്രയും ലാബുകൾ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കുട്ടികൾക്കെല്ലാം ഓൺലൈനായിട്ടുള്ളൊരു പരിശീലനം കൂടെ ഇതിൻ്റെ കൂടുതൽ കൊടുക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടും ഓൺലൈനിലോട്ട് മാറ്റിയാൽ പോലും നമ്മൾ മാക്സിമം OMRൽ തന്നെ ചെയ്യുന്ന രീതി ആയിരിക്കും. കാരണം OMRൽ ചെയ്യുമ്പം വിദ്യാർത്ഥികൾ അത്രത്തോളം ശ്രദ്ധ കൊടുക്കും. കാരണം ആൻസർ പിന്നീട് മാറ്റാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് അത്രത്തോളം ചിന്തിച്ച് മാത്രമേ അവർ OMRൽ മാർക്ക് ചെയ്യുകയുള്ളൂ. പക്ഷേ ഓൺലൈൻ ആണെങ്കിൽ പൂർണ്ണമായിട്ടും ഓൺലൈനിലുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ രീതിയിലും അവർക്ക് പ്രാക്ടീസിനായിട്ട് നമ്മൾ സെഷൻസ് കൊടുക്കുന്നുണ്ട്. അപ്പം എക്സാം എന്നായിരിക്കും, അതായത് നമുക്ക് ഇതിനിപ്പോൾ ഈ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഓൺലൈൻ ആണെങ്കിലും ഹൈബ്രിഡ് ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും എക്സാം എന്നത്തേക്കെന്നൊക്കെ ഉള്ളത് ഈ ഡിസംബറിൽ തന്നെ, ഈ ഒരാഴ്ച മാത്രമേ ഉള്ളൂ നമുക്കറിയാം. ഈ ഡിസംബറിൽ തന്നെ വിദ്യാർത്ഥികളെ അറിയിക്കാൻ പറ്റും, അല്ലെങ്കിൽ ജനുവരി ആദ്യം വിദ്യാർത്ഥികളെ അറിയിക്കാൻ പറ്റുമെന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന മീഡിയയിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ. സാർ, ഇപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ, അതിപ്പോൾ റെസിഡൻഷ്യൽ ബാച്ചിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും റിപ്പീറ്റേഴ്സ് ബാച്ചിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിലും ചെറിയൊരു അവധിക്കാലത്തിനായിട്ട് വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും അവർ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവർ പെട്ടെന്ന് അവർ വീണ്ടും അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നു. വീട്ടിലൊക്കെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, സ്വന്തം ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, അവരൊക്കെ ആയിട്ട് സംസാരിക്കുന്ന ഒരു സമയമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിലൊക്കെ ഉപരി പഠനത്തിന് കൊടുക്കേണ്ട ഒരു ഇമ്പോർട്ടൻസ് ഇതിൽ ഒരു പ്രധാന ഘടകം തന്നെയാണ്. തീർച്ചയായിട്ടും. അതിലെങ്ങനെ ഉറച്ചു നിൽക്കണമെന്നാണ് ശിവൻ സാർ പറയുന്നത്? നമ്മളെല്ലാവരും ഇപ്പം ഇന്നലെ തന്നെയാണെങ്കിലും നമ്മുടെ മാനേജ്മെൻറ്റ് എല്ലാവരും നമ്മൾ വിദ്യാർത്ഥികളെ അറിയിച്ചത്, ഈ അവധിക്കാലം നിങ്ങൾ യഥാർത്ഥത്തിൽ എല്ലാവരും വീട്ടിലൊക്കെ ഒന്ന് പോയി റിഫ്രഷ് ആയിട്ട് വരണം. കാരണം ഇനി നമുക്ക് കൃത്യമായിട്ടും ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 4 മാസക്കാലമാണ് നമുക്ക് മുമ്പിലുള്ളത്. ചാപ്റ്ററുകളെല്ലാം തന്നെ നമ്മൾ പഠിപ്പിച്ച് തീർന്നിട്ടുണ്ട്. ഏത് സെക്ഷനാണെങ്കിലും നമ്മൾ ചാപ്റ്ററുകളെല്ലാം തന്നെ പഠിച്ച് തീർന്നിട്ടുണ്ട്. അപ്പം ഇനി വരുന്നത് നമ്മൾ മറ്റൊരു മോഡിലേക്കാണ്. ബ്രില്യൻറ്റിൻ്റെ യഥാർത്ഥത്തിൽ സിസ്റ്റമാറ്റിക്കുള്ള ഒരു സക്സസ് സ്റ്റോറിയിൽ യഥാർത്ഥത്തിലുള്ള രണ്ടാമത്തെ ഒരു പാർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ പ്രാക്ടീസിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന, ഏറ്റവും സ്പീഡായിട്ട് തന്നെ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളും എൻറ്റയർ ബ്രില്യൻ സിസ്റ്റം കടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പിലുള്ള ചെറിയൊരു ഷോർട്ട് ബ്രേക്ക് മാത്രമാണ് ഈ ക്രിസ്മസ് വെക്കേഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്രിസ്മസ് ഏറ്റവും നല്ല കോളേജിൽ പഠിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ ക്രിസ്മസിനെ, ഈ വെക്കേഷനെ, അതിൻ്റെ ഒരു മൂഡിനെ കുറയ്ക്കണമെന്ന് നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് നമുക്ക് ഈ വെക്കേഷൻ്റെ ഒരു മൂഡ് കൂട്ടിക്കൊണ്ട് പോകാനാവില്ല. ഏറ്റവും ലളിതമായ രീതിയിൽ നമ്മൾക്ക് വലിയ യാത്രകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും ചെറിയമായ രീതിയിൽ നമ്മൾ ഈ ക്രിസ്മസ് ആഘോഷിക്കുക, കുടുംബത്തോടൊപ്പം തന്നെ നമ്മൾ ആഘോഷിക്കുക. പകരം നമ്മൾ ഇതുവരെ പഠിച്ച ടോപ്പിക്കുകൾ നമ്മൾ ജൂൺ മുതൽ അല്ലെങ്കിൽ ജൂലൈ മുതലൊക്കെ നമ്മൾ, അല്ലെങ്കിൽ 2 വർഷമായിട്ട് നമ്മൾ പഠിക്കുന്ന രീതികളെല്ലാം കൂടെ നമ്മൾ മൊത്തമുള്ള ടോപ്പിക്കുകളെക്കുറിച്ചൊക്കെയുള്ള ഒരു റിവിഷൻ, അത് ഏത് രീതിയാണോ കുട്ടികൾക്ക് അതിൻ്റെ ടച്ച് പോകാതിരിക്കാൻ ഏത് രീതിയാണോ കുട്ടികൾക്ക് നല്ലത്, ഈ ഒരു അവധിക്കാലം ആ ഒരു റിവിഷൻ
നമുക്ക് മൊത്തം എൻ്റെ ടോപ്പിക്കിലൂടെ ഒന്ന് കടന്നു പോകണം. നിങ്ങൾ തിരിച്ചു വരുമ്പോൾ എല്ലാ ടോപ്പിക്കുകളെക്കുറിച്ചുള്ള കൃത്യമായിട്ടൊരു ഐഡിയ, ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് അതിനെ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ വരണം എന്നുള്ളത് നമ്മൾ വിദ്യാർത്ഥികൾക്ക് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. കാരണം അവർക്ക് ബാക്ക്ലോഗ്സ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ സബ്ജക്റ്റുകൾ ടഫുള്ളതുണ്ടാകാം, ഏതെങ്കിലും പർട്ടിക്കുലർ ചാപ്റ്ററുകൾ നോക്കാനുണ്ടാവാം, അല്ലെങ്കിൽ പരീക്ഷകൾക്ക് മാർക്ക് ഫോക്കസ് ചെയ്ത് പോകാൻ പറ്റുന്ന ചാപ്റ്ററുകൾ ഏതൊക്കെയാണ്, വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ, അങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്ക് പല കൺസേൺസ് ഉണ്ടായിരിക്കും. എന്താണെങ്കിലും അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ഐഡിയ ആയിട്ട് വരിക. ഇപ്പോൾ കിട്ടിയ മാർക്കുകളോ അല്ലെങ്കിൽ കിട്ടിയ റാങ്കോ പൊസിഷനോ ഒന്നും ഇപ്പോൾ നിങ്ങൾ മൈൻഡിൽ വെക്കേണ്ടതില്ല. നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് എന്ത് കിട്ടിയോ ആ കൃത്യമായിട്ടുള്ള ക്ലാസ്സുകൾ, പരീക്ഷകൾ, ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ നിങ്ങൾക്ക് ഒന്ന് മനസ്സിരുത്തി മൊത്തം ഒന്ന് അപഗ്രഥിക്കുക. നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, നമ്മളുടെ സ്വപ്നത്തിന് വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പായിരുന്നു. അപ്പം ആദ്യമായിട്ട് പഠിക്കുന്ന കുട്ടികൾ അവരുടെ ഏറ്റവും +2-ന് ശേഷം എന്തൊക്കെയാണ് നമ്മളുടെ സാധ്യതകൾ, അതിനെക്കുറിച്ച് ഒരു ഇത് ഉണ്ടാകുന്നത് ഈ ഒരു പലതരത്തിലുള്ള എക്സാമുകൾ നടന്നു കഴിയുമ്പോഴാണ്. +2-ന് ശേഷം നമ്മളുടെ ആഗ്രഹത്തിനായിട്ട് 1 വർഷം ഇതിനായിട്ട് തന്നെ മാറ്റി വെച്ചിട്ട് ചെയ്യുന്ന കുട്ടികളുണ്ട്. ഇനി 1, 2 വർഷവും 3 വർഷമൊക്കെ ഇതിനു വേണ്ടിയിട്ട് മാറ്റി വെച്ച് ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പം അവരുടെ ഒരു തയ്യാറെടുപ്പുകൾ, ഈ കഴിഞ്ഞ ഇത്ര നാളത്തെ തയ്യാറെടുപ്പുകൾ ഏത് രീതിയിലായിരുന്നു, അതിനകത്ത് നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ചുള്ളൊരു കണക്കെടുപ്പാണ് യഥാർത്ഥത്തിൽ ഈ വെക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് എത്രത്തോളം ആഗ്രഹങ്ങളുണ്ടായിരുന്നു, പക്ഷേ അതിനകത്ത് നമുക്ക് എത്ര ആത്മാർപ്പണം നടത്താൻ പറ്റി, എത്രത്തോളം നമുക്ക് ക്ലാസ്സുകളിൽ ശ്രദ്ധിക്കാൻ പറ്റി, എത്രത്തോളം പരീക്ഷകളിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് ചെയ്യാൻ പറ്റി എന്നൊക്കെയുള്ള കൃത്യമായിട്ടൊരു ധാരണ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇനി വരാൻ പോകുന്ന ഏറ്റവും പീക്ക് ടൈമാണ്. എക്സാം ഓറിയൻറ്റഡ് ആണ്. എക്സാമുകൾ, അതിൻ്റെ റിസൾട്ട് അനാലിസിസ്, അതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ്, പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ഒക്കെ ഉള്ളൊരു യാത്ര. അപ്പോൾ ഇനി നമ്മൾ ഒരു ദിവസം തന്നെ 200, പിന്നീട് 500, പിന്നീട് 1000 ക്വസ്റ്റ്യനുകൾ ഒരു ദിവസം തന്നെ ചെയ്യേണ്ട ഒരു സിസ്റ്റത്തിലേക്കാണ് നമ്മളിനി കടന്നു പോകുന്നത്. അപ്പോൾ അതിന് എത്രത്തോളം ആരോഗ്യം ഉണ്ടായിരിക്കണം, എത്രത്തോളം മെൻ്റൽ പവർ ഉണ്ടായിരിക്കണം, എത്രത്തോളം നമുക്ക് ചാപ്റ്ററുകളെക്കുറിച്ചുള്ള അറിവുകൾ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ സ്പീഡ് അനുസരിച്ച്, ബ്രില്യൻറ്റിൻ്റെ ആ സ്പീഡിനനുസരിച്ച് എല്ലാവരും യാത്ര ചെയ്യാനുള്ളൊരു ഷോർട്ട് ബ്രേക്ക് മാത്രമാണ് വെക്കേഷൻ. ആ രീതിയിൽ പേരൻസും അതിനെ കണ്ടാൽ മതി. ഇതൊരു വലിയ വെക്കേഷനായി മാറ്റാതെ അടുത്ത വർഷം വലിയൊരു ആഘോഷത്തിൻ്റെ രാവുകൾ ഉണ്ടാക്കാൻ ഈ ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് നന്നായിട്ടൊരു തയ്യാറെടുപ്പായിട്ട് തന്നെ തിരിച്ചു വരണം. കാരണം ഇനി എന്ന് നീറ്റ് നടന്നു കഴിഞ്ഞാൽ, മെയ് മാസത്തിൽ നടന്നാലും ജൂണിൽ നടന്നാലും ജൂലൈയിൽ നടന്നാലും നമുക്ക് പരീക്ഷ കഴിഞ്ഞിട്ട് ഇനി നമുക്കൊരു ഇരിപ്പുള്ളൂ. ഇനി നമുക്കൊരു ഫ്രീ ടൈം ഉള്ളൂ. പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 മാസത്തോളം നമുക്ക് സമയം കിട്ടും. ഇപ്പം വിദേശയാത്രയ്ക്കോ അല്ലെങ്കിൽ ട്രിപ്പിനോ എന്തിനാണെങ്കിലും പരീക്ഷ കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു 3 മാസം കഴിഞ്ഞിട്ട് മാത്രമേ, എന്ന് പരീക്ഷ നടന്നാലും 3 മാസം കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് അഡ്മിഷൻ്റെ പ്രൊസീജിയർ കോളേജിൽ നേരിട്ട് ചെല്ലേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്ത് മതി യാത്രകളൊക്കെ. ഇപ്പം നമുക്ക് അധികം യാത്രകൾക്കൊന്നും നിങ്ങൾ തയ്യാറാവേണ്ടതില്ല. കൃത്യമായിട്ടും ഈ പഠിച്ച സമയത്തിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടൊരു അവബോധം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അത് അവരവർക്ക് മാത്രമേ അറിയാവുള്ളൂ. നിങ്ങൾ എത്രത്തോളവും ഇതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളത്, ഇപ്പോൾ എല്ലാവരും ഞാൻ 14 മണിക്കൂർ പഠിക്കുകയായിരുന്നു എന്നൊക്കെ ഉള്ളത് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം എത്രത്തോളം നിങ്ങളുടെ ഇൻവോൾവ്മെൻറ്റ് അതിനകത്തുണ്ടെന്നുള്ളത്. അതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി എല്ലാവരും ഒരു റിവിഷൻ നടത്തി തിരിച്ചു വരിക. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട 2ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സർ, അതുപോലെ കഴിഞ്ഞ വാരം ശിവൻ സാറിനൊപ്പത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ESI വഴി എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മളത് വ്യക്തമാക്കി ഈ ഒരു എപ്പിസോഡിൽ പറയാമെന്നും പരാമർശിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സർ നമുക്ക് ആദ്യം ESI എന്തൊക്കെയാണ് എന്നൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങാം. തീർച്ചയായിട്ടും ESI IP കോട്ട MBBS പ്രവേശനമായിട്ട് ബന്ധപ്പെട്ട് MBBS മാത്രമല്ല MBBSഉം BDSഉം BSc നഴ്സിംഗും 3 കോഴ്സുകൾക്ക് ESI വഴിയുള്ള പ്രവേശനമുണ്ട്. അത് കിട്ടുന്നത് അച്ഛനോ അമ്മയോ രക്ഷകർത്താക്കളിൽ ആരെങ്കിലും ഒരാൾ ESI ഇൻഷുർഡ് പേഴ്സൺ ആയിരിക്കണം. പ്രൈവറ്റ് ഫേമുകളിൽ ജോലി ചെയ്യുന്ന, അത് കടകളിലോ തുണിക്കടകളിലോ സൂപ്പർ മാർക്കറ്റുകളിലോ CBC ISC സ്കൂളുകളിലോ അങ്ങനെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുകയും 21,000 രൂപയിൽ താഴെ ശമ്പളം മേടിക്കുകയും ചെയ്യുന്ന ESI ഇൻഷുർഡ് പേഴ്സൺസ് ആയിട്ടുള്ള അച്ഛൻ്റെയോ അമ്മയുടെയോ മക്കൾക്കായിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ് ഈ സീറ്റുകൾ. അതിൽ MBBS 11 മെഡിക്കൽ കോളേജുകളിലായിട്ട് 456 MBBS സീറ്റുകളുണ്ട്. BDS 1 കോളേജിലാണുള്ളത്, 28 സീറ്റുകളാണുള്ളത്. BSc നഴ്സിംഗിന് 5 കോളേജുകളാണുള്ളത്. ഇതിൽ MBBSൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 24,000 രൂപ മാത്രമേ വാർഷിക ഫീസുള്ളൂ. ഈ 456 സീറ്റുകൾക്കും 24,000 മാത്രമേ ആനുവൽ ഫീസ് ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. ഓൾ ഇന്ത്യ കോട്ടയിൽ നമുക്ക് പ്രവേശനം നേടുമ്പോൾ
ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ESI ഒന്നും ഇല്ലാത്തൊരു വ്യക്തിക്ക് പ്രവേശനം കിട്ടുന്ന ഏതാണ്ട് ഒരു 25,000 ഓൾ ഇന്ത്യ റാങ്ക് വരെ ആണെങ്കിൽ, ESI മെമ്പർ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് 50,000 റാങ്ക് ആണെങ്കിലും ഈ 24,000 രൂപ വാർഷിക ഫീസിൽ MBBS പ്രവേശനം ലഭിക്കും. 54,000 ഓൾ ഇന്ത്യ റാങ്ക് വരെയൊക്കെ ആണെങ്കിൽ പോലും MBBS പ്രവേശനം ലഭിക്കും. അതുകൊണ്ട് ഈ ഒരു സാധ്യത നിലവിലുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മളത് മുൻ എപ്പിസോഡിൽ അതിൻ്റെ ക്രൈറ്റീരിയകൾ, എലിജിബിലിറ്റി ഒക്കെ പറഞ്ഞിരുന്നു. അതായത് ഇനി അത് പുതിയതായിട്ട് മെമ്പർ ആവാനായിട്ട് സാധ്യത കുറവായിരിക്കും. പരീക്ഷ നടക്കുന്ന എപ്പോഴെന്നനുസരിച്ചിരിക്കും. ഇപ്പോൾ സെപ്റ്റംബറിലൊക്കെയാണ് പരീക്ഷ നടക്കുന്നതെങ്കിൽ 2025 മാർച്ച് 30 വരെയുള്ള മെമ്പറായാൽ മതിയാകും. മെയ്യിലാണ് പരീക്ഷ നടക്കുന്നതെങ്കിൽ 2024 സെപ്റ്റംബറിലെങ്കിലും മെമ്പറായാലേ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. ഏറ്റവും കുറഞ്ഞ ഒരു 6 മാസത്തിൽ കൂടുതൽ ESIയുടെ വിഹിതം തുടർച്ചയായിട്ട് അടയ്ക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ മെമ്പർഷിപ്പ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് ESI IP കോട്ട എന്ന് പറയും. അതിന് ഓൾ ഇന്ത്യ തലത്തിൽ നമ്മൾ ഓൾ ഇന്ത്യ കോട്ട എന്ന് പറയുന്ന ആ MCCയുടെ സൈറ്റിലാണ് ഈ ഓപ്ഷൻസ് വരുന്നതും നമുക്കവിടെ ആ സീറ്റ് MCC വഴിയാണ് നമുക്ക് സീറ്റ് ലഭ്യമാകുന്നതും. സാർ, ഇപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യേണ്ടത് ഏത് സമയത്താണ്, ഏത് സൈറ്റിലൂടെയാണ്? നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് മെയിൽ തന്നെയാണ് പരീക്ഷ നടക്കുന്നത് എന്നുള്ള രീതിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഈ 2025 ജനുവരി അവസാനം നീറ്റിന് നോട്ടിഫിക്കേഷൻ വരും. നീറ്റിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നു. നീറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ ESI എന്നൊരു ചോദ്യം ഇല്ല ഇതിനകത്ത്. അതായത് നീറ്റുമായിട്ട് അതിന് ബന്ധമില്ല എന്നർത്ഥം. പക്ഷേ നീറ്റിന് കൊടുക്കുന്ന കാറ്റഗറി എന്താണോ അതാണ് നമുക്ക് ഈ അഡ്മിഷനും ബാധകമാകുന്നത്. ജനറൽ ആയിരിക്കാം, OBC ആയിരിക്കാം, EWS ആയിരിക്കാം, SC ST ആയിരിക്കാം, PWD ആയിരിക്കാം. ഈ കാറ്റഗറി നമ്മൾ നീറ്റിന് കൊടുക്കുന്നത് തന്നെ നമുക്ക് ESI അഡ്മിഷന് കിട്ടുകയുള്ളൂ. അപ്പോൾ നീറ്റിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ESI ആയിട്ടുള്ള യാതൊരു ബന്ധത്തിലുള്ള ചോദ്യങ്ങളില്ല. അതിനുശേഷം കീമിന് നമ്മൾ കേരള എൻട്രൻസ് കമ്മീഷയുടെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യും. അപ്പോഴും ESI ആയിട്ട് ബന്ധപ്പെട്ട് യാതൊരു ചോദ്യങ്ങളും ഇല്ല. നീറ്റിൻ്റെ എക്സാം കഴിയുന്ന സമയത്ത്, ആ സമയത്ത് ഇപ്പോൾ 2025 മെയിൽ തന്നെ ആയിരിക്കും എക്സാം നമുക്ക് വിചാരിച്ചാൽ, മെയിൽ പരീക്ഷ കഴിഞ്ഞിട്ട് ESIയുടെ വെബ്സൈറ്റ് esic.gov.in ESIയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുകയും ESI മെമ്പർ ആരാണോ, അച്ഛനായിരിക്കാം, അമ്മയായിരിക്കാം, ESI ഇൻഷുർഡ് പേഴ്സൻ്റെ ഒറിജിനൽ കാർഡുണ്ട്, ആ ESI നമ്പർ വെച്ചിട്ട് നമുക്കത് അപ്ലൈ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ആദ്യം ESI IP കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം അപ്ലൈ ചെയ്യേണ്ടത് പരീക്ഷ നടക്കുന്ന മാസം, അതായത് 2025 മെയിലാണെങ്കിൽ ആ സമയത്താണ് ഇതിൻ്റെ ആദ്യമായിട്ട് ആപ്ലിക്കേഷൻ തുടങ്ങുന്നുള്ളൂ. ഓക്കെ. നീറ്റിന് അപ്ലൈ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് മെയ് മാസത്തിൽ ESIയുടെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്ത് IP സർട്ടിഫിക്കറ്റ് എടുത്ത് വെക്കണം. അത് ഓൺലൈനായിട്ട് തന്നെ കിട്ടുന്നതാണ്. ഓൺലൈനായിട്ട് കിട്ടുന്ന ആ സർട്ടിഫിക്കറ്റ് എടുത്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് നീറ്റിൻ്റെ റിസൾട്ടൊക്കെ വരുന്നു. ഓൾ ഇന്ത്യ കോട്ടയുടെ അലോട്ട്മെൻറ്റ് ജൂലൈ ആദ്യം ആരംഭിക്കുമ്പോൾ ഈ IP സർട്ടിഫിക്കറ്റ് കിട്ടുന്നവർക്ക് ഓൾ ഇന്ത്യ കോട്ട വഴി ലഭിക്കുന്നതാണ് ഈ 11 മെഡിക്കൽ കോളേജുകളിലെ സീറ്റുകൾ. അതിന് നമ്മൾ പിന്നീട് ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി. ആകെ നമ്മളിപ്പം ഒരൊറ്റ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്താൽ മാത്രം മതി. അത് ESIയുടെ വെബ്സൈറ്റിലാണ്. അത് പരീക്ഷ നടക്കുന്ന മാസമാണ് അപ്ലൈ ചെയ്യേണ്ടത്. സാർ, അപ്പോൾ ഫീസ് വളരെ കുറവാണല്ലോ ഇങ്ങനെ പ്രവേശിക്കും? 24,000 രൂപ മാത്രമേ വാർഷിക ഫീസുള്ളൂ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ബോണ്ടിങ് വിദ്യാർത്ഥികൾക്ക് MBBSന് ശേഷം ചെയ്യേണ്ടതായിട്ട് വരും? തീർച്ചയായിട്ടും 1 വർഷത്തെ ബോണ്ടുണ്ട്. MBBS 4.5 വർഷവും 1 വർഷത്തെ ഹൗസ് സർവീസിന് ശേഷം 1 വർഷം നിർബന്ധമായിട്ട് ബോണ്ട് ചെയ്യണം. അതിന് പക്ഷേ ഉയർന്ന ശമ്പളം കിട്ടും. ഇപ്പം തന്നെ ഏതാണ്ട് 1 ലക്ഷത്തിനടുത്ത് മാസ വരുമാനം നമുക്ക് കിട്ടും. അങ്ങനെ 1 വർഷം നമ്മൾ ശമ്പളത്തോടുകൂടി മാസ ശമ്പളത്തോടുകൂടി ജോലി ചെയ്താൽ മാത്രമേ നമുക്ക് ESI കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനുശേഷം മാത്രമേ PG കിട്ടുകയുള്ളൂ. ഇനി ബോണ്ട് ചെയ്യേണ്ട, അത് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ നമ്മൾ ലിക്വിഡേഷൻ ഡാമേജ് ആയിട്ട് കൊടുത്താൽ മാത്രമേ ബോണ്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സാർ, അതുപോലെ തന്നെ ESI മെഡിക്കൽ കോളേജുകൾ ഏതൊക്കെയാണെന്നും കൂടെ ഒന്ന് പറയാം. തീർച്ചയായിട്ടും കേരളത്തിലുണ്ട്. നമ്മുടെ കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ESI ഓൺഡ് മെഡിക്കൽ കോളേജായിട്ട്, എന്നിട്ട് ഗവൺമെൻറ്റിന് അത് കൈമാറിയതാണ്. ഇപ്പോൾ കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് കേരളത്തിൽ ഒരെണ്ണേ ഉള്ളൂ. അവിടെ 35% സീറ്റുകളാണ് ESI IP-ക്കുള്ളത്. 15% ഓൾ ഇന്ത്യ കോട്ടയും 50% കേരള മെഡിക്കൽ റാങ്ക് വെച്ചിട്ടും. അതിൽ ESI IP-ക്ക് അപ്പോൾ ആകപ്പാടെ 35% സീറ്റ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള മുഴുവൻ സീറ്റും എല്ലാവർക്കും കിട്ടുന്ന സീറ്റാണ്. കേരള സ്റ്റേറ്റ് വഴി, കേരള മെഡിക്കൽ വഴിയും ഓൾ ഇന്ത്യ വഴി എല്ലാവർക്കും അപേക്ഷിക്കാം. ESI വേണം നിർബന്ധമൊന്നുമില്ല. അതുപോലെയാണ് ബാക്കി എല്ലാ കോളേജുകളും. തമിഴ്നാട്ടിൽ 2 കോളേജുണ്ട്. ചെന്നൈ മെഡിക്കൽ കോളേജും കോയമ്പത്തൂർ മെഡിക്കൽ കോളേജും ESIയുടെ കീഴിലുള്ള 2 മെഡിക്കൽ കോളേജാണ്. ബാംഗ്ലൂർ 2 മെഡിക്കൽ കോളേജുണ്ട്. ബാംഗ്ലൂരിലും ഗുൽബർഗയിലുമാണ് മെഡിക്കൽ കോളേജ്. പിന്നെ ഹൈദരാബാദ്, കൊൽക്കത്ത, ബിട്ട, മാണ്ഡി, രാജസ്ഥാൻ, ഫരീദാബാദ്, അങ്ങനെയാണ് 11 മെഡിക്കൽ കോളേജുകളുള്ളത്. ഈ 11 മെഡിക്കൽ കോളേജുകളിലെല്ലാം 35% സീറ്റുകളാണ്, അതായത് 456 MBBS സീറ്റുകളാണുള്ളത്. ബാക്കി 15% സീറ്റുകൾ ഓൾ ഇന്ത്യ കോട്ട വഴി എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ 50% സീറ്റുകൾ അതാത് സ്റ്റേറ്റിലുള്ളവർക്ക് സ്റ്റേറ്റ് കോട്ട വഴി കിട്ടുന്നതുമാണ്.
35% മാത്രമാണ് ഈ 11 കോളേജ് 30% മാത്രമാണ് ESA-IP വഴി കിട്ടുന്ന സീറ്റുകൾ. സാറ് കഴിഞ്ഞ ഒരു 3-4 എപ്പിസോഡുകളായിട്ട് നമ്മൾ ഓൾ ഇന്ത്യ കോട്ടയിലൂടെ ഉള്ള MBBS കോളേജുകളെ പരിചയപ്പെടുത്തി. സെൻറ്റ് ജോൺസ്, വെല്ലൂർ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ESI കോളേജുകളെ പരിചയപ്പെടുത്തി, AFMC ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ആളുകൾക്ക് അറിയാൻ ആഗ്രഹം ഒരു പക്ഷേ ഡീംഡ് മെഡിക്കൽ കോളേജുകളിലെ സാധ്യതകളെ കുറിച്ചിട്ടൊക്കെയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം ഏതാണ്ട് 52 ഡീംഡ് മെഡിക്കൽ കോളേജുകളാണ് രാജ്യത്ത് മൊത്തം ഉള്ളത്. ഡീംഡ് മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ തന്നെ സ്വയംഭരണ സർവകലാശാലകളാണ്. അവിടുത്തെ പ്രവേശനവും പരീക്ഷയും നിയമനവും എല്ലാം അതാത് കോളേജുകളാണ്. അപ്പോൾ അതൊരു യൂണിവേഴ്സിറ്റിയാണ്. അത് ആ രീതിയിലാണ് അതിനെ കാണേണ്ടത്. അപ്പോൾ തന്നെ അവിടെ എന്താണ്, റിസർവേഷനുകൾ ഉണ്ടായിരിക്കുകയില്ല, ഓപ്പൺ സീറ്റുകളായിരിക്കും മുഴുവൻ ഉണ്ടാവുക. അതുപോലെ തന്നെ 15% NRI സീറ്റുകളും ഉണ്ടാവും. 85% സീറ്റുകളും റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ, യാതൊരുവിധ റിസർവേഷനും ഇല്ല, റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഫില്ല് ചെയ്യും. 15% NRI സീറ്റുകൾക്കായിട്ട് ഉയർന്ന ഫീസ് നിരക്കിലും മേടിക്കും. ഡീംഡ് കോളേജ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ടാവും. പക്ഷേ ഫീസ് എന്ന് പറയുന്നത് വളരെ ഉയർന്ന നിലവാരത്തിലായിട്ടുള്ള ഫീസായിരിക്കും. അതായത് ഏറ്റവും കുറവ് ഒരു 18 ലക്ഷം രൂപയെങ്കിലും വാർഷിക ഫീസ്, ഒരു ഏറ്റവും ഫീസ് കുറവുള്ള കോളേജിൽ അത് 20 ലക്ഷം, 22 ലക്ഷം, 25 ലക്ഷം, 30 ലക്ഷം വരെ വാർഷിക ഫീസ് വരുന്നതാണ് ഡീംഡ് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ കേരളത്തിലുണ്ട് കൊച്ചി അമൃത മെഡിക്കൽ കോളേജ്, ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. കഴിഞ്ഞ വർഷം 25 ലക്ഷം രൂപയായിരുന്നു വാർഷിക ഫീസ് ഈ 85 സീറ്റുകൾക്കും. അപ്പം ബാക്കി നമുക്കറിയാം മണിപ്പാൽ മെഡിക്കൽ കോളേജ് ഉണ്ട്, JSS ഉണ്ട്, NAPOI ഉണ്ട്, NITI ഉണ്ട്, പ്രവരയുണ്ട്, SRM ഉണ്ട്, വിനായകയുണ്ട്, ബെൽഗാവി മെഡിക്കൽ കോളേജുകളുണ്ട്. അങ്ങനെ 52 മെഡിക്കൽ കോളേജുകളുണ്ട്. ഇവിടെ സ്റ്റേറ്റ് ഡൊമിസിൽ ഒന്നും നോക്കില്ല. അപ്പോൾ നമ്മൾ ESI പറഞ്ഞു കഴിഞ്ഞാലും വേറെ ഏത് കോളേജ് പറഞ്ഞാലും ആ സ്റ്റേറ്റ് കോട്ട എന്ന് പറയും. ഇതങ്ങനെയൊന്നുമില്ല. ഈ എയിംസ് ഒക്കെ പോലെയാണ്. ഈ കോളേജുകൾ എവിടെ ഇരുന്ന് കഴിഞ്ഞാലും എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. പക്ഷേ ഫീസ് എന്ന് പറയുന്നത് ഇത്ര ഉയർന്ന ഫീസാണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കർണാടകത്തിൽ സ്ഥിതി ചെയ്യുന്ന കോളേജാണെങ്കിൽ കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ളവർക്ക് ഫീസ് കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും ഡൊമിസിൽ നോക്കാതെ, കാറ്റഗറി നോക്കാതെ ഓപ്പൺ കോട്ടയിൽ തന്നെ പ്രവേശനമാണ്. മിനിമം മാർക്കായിട്ടുള്ള 50% സ്കോർ അല്ലെ 40% സ്കോർ ഉണ്ടെങ്കിലും പ്രവേശനം കിട്ടും. പക്ഷേ ഫീസ് എന്ന് പറയുന്നത് വളരെ ഉയർന്ന ഫീസായിരിക്കും. അത് അഫോർഡബിൾ ആയിട്ടുള്ളവർക്ക് MCC.nic.in ഓൾ ഇന്ത്യ കോട്ടയുടെ വെബ്സൈറ്റ് വഴിയാണ് പ്രവേശനം കിട്ടുന്നത്. നീറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയേണ്ടതായിട്ടില്ല. നീറ്റിൻ്റെ പരീക്ഷ എഴുതുന്നു, റിസൾട്ട് വരുന്നു. റിസൾട്ട് വന്നു കഴിയുമ്പം ഓൾ ഇന്ത്യ കോട്ട പ്രവേശനം നടക്കുമ്പോഴാണ് അതിനകത്ത് ഡീംഡ് കോളേജുകളുള്ളത്. അപ്പം ഗവൺമെൻറ് ആ രജിസ്ട്രേഷൻ സമയത്ത് ഈ ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മളോട് ചോദിക്കും, ഗവൺമെൻറ് സെക്ടർ മാത്രം മതിയോ അതോ ഈ ഡീംഡ് കോളേജും കൂടെ വേണമെന്ന് ചോദിക്കും. അങ്ങനെ ഡീംഡ് കോളേജ് വേണമെങ്കിൽ 2 ലക്ഷം രൂപ രജിസ്ട്രേഷൻ ഫീസ് അടച്ചാൽ മാത്രമേ നമുക്ക് ഡീംഡ് കോളേജുകളുടെ ഓപ്ഷൻസ് കാണാൻ പറ്റുള്ളൂ. നമുക്ക് പ്രവേശനം കിട്ടിയില്ലെങ്കിൽ ഈ പൈസ തിരിച്ച് കിട്ടും. പ്രവേശനം കിട്ടിയിട്ട് പോകാതിരുന്നാൽ മാത്രമേ പൈസ നഷ്ടപ്പെടുകയുള്ളൂ. അതാണ് ഡീംഡ് മെഡിക്കൽ കോളേജുകൾ എന്ന് പറയുന്നത്. ഡീംഡ് മെഡിക്കൽ കോളേജിൽ MBBSഉം BDSഉം ഉണ്ട്. ഇപ്പം അമൃതയിലാണെങ്കിൽ ഏതാണ്ട് 5 ലക്ഷം രൂപ വാർഷിക ഫീസിൽ BDS അവിടെ കിട്ടും. എല്ലാ കോളേജുകളിലും തന്നെ MBBSഉം BDSഉം ഉണ്ട്. രണ്ടും ഓൾ ഇന്ത്യ കോട്ടയുടെ വെബ്സൈറ്റ് വഴിയാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നത്. 2025 നീറ്റുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി അപ്ഡേഷൻസ് നമുക്ക് വരാനിരിക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ടത് വരാനിരിക്കുന്നതേ ഉള്ളൂ. സിലബസ് മാത്രമാണ് ഇതുവരെ നമുക്ക് മുമ്പിലുള്ളത്. അതെ, നീറ്റുമായി ബന്ധപ്പെട്ട് ഓൺലൈനാണോ ഓഫ്ലൈനാണോ അതോ ഹൈബ്രിഡ് രീതിയിലാണോ ഇത്തവണത്തെ നീറ്റ് നടത്തപ്പെടുക എന്നുള്ളതൊക്കെ ഒരു സംശയമായിട്ട് നിലനിൽക്കുമ്പോഴും ബ്രില്യൻറ്റിലെ വിദ്യാർത്ഥികൾ എപ്പോഴും പഠനകാര്യത്തിൽ കോൺഫിഡൻ്റ് ആയിരിക്കും. തീർച്ചയായിട്ടും കുട്ടികൾ അത് മാത്രമേ ഇപ്പോൾ ശ്രദ്ധിക്കാവുള്ളൂ. കാരണം ഓഫ്ലൈൻ രീതിയിൽ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ഓൺലൈനിലോട്ട് മാറ്റിയാലും ഹൈബ്രിഡിലോട്ട് മാറ്റിയാലും അതിന് ഏറ്റവും അവസാനത്തെ ഒരാഴ്ച 2 ആഴ്ചയുള്ള പരിശീലനം മാത്രം മതിയാകും. ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾ ഓഫ്ലൈനിൽ തന്നെ പ്രാക്ടീസ് ചെയ്യണമെന്നുള്ള തീർച്ചയായിട്ടുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. കാരണം എന്നാലേ നമ്മൾ ഏറ്റവും ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്യുകയുള്ളൂ. കാരണം നമ്മൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മാറ്റാനുള്ള സംവിധാനം ഇല്ല എന്ന് ഓർത്തുകൊണ്ട് കൃത്യമായ ആൻസറിൽ എത്താനായിട്ട് തന്നെ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണം. എന്നിട്ട് അതിനേക്കാൾ എളുപ്പമുള്ളൊരു മീഡിയത്തിലോട്ട് മാറിക്കഴിഞ്ഞാൽ കുട്ടികൾക്കത് കൂടുതൽ കംഫർട്ടായിരിക്കും. അതുകൊണ്ട് ഏത് മോഡ് നടന്നു കഴിഞ്ഞാലും പരീക്ഷ തീർച്ചയായിട്ടും ഉണ്ടാവും. അതിൽ ആൻസർ എത്രയാണ് ആൻസർ ഈ 180 ചോദ്യങ്ങളിൽ
എത്ര ആൻസർ കിട്ടുമെന്നുള്ളതനുസരിച്ച് തന്നെയാണ് അഡ്മിഷൻ നടക്കുന്നത്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ മറ്റൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല. ഏത് രീതിയാണെങ്കിലും അത് ഏറ്റവും ആദ്യം ഏറ്റവും കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തിക്കുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ക്രിസ്മസ് അവധിയൊക്കെ ആയിട്ട് എല്ലാവരും വീട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്, പേരൻസിനൊപ്പമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളൊരു പക്ഷേ ചിന്തിക്കും നമ്മുടെ കൂട്ടുകാരോടൊപ്പം അല്ലെങ്കിൽ വീട്ടുകാരോടൊപ്പം ചെറിയൊരു യാത്രയൊക്കെ ഒന്ന് പോയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഘോഷങ്ങളുടെയൊക്കെ ഭാഗമായാലോ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. മറ്റൊന്നുമല്ല, ഇപ്പോൾ അല്പം ടെൻഷനോടുകൂടി വിദ്യാർത്ഥികൾക്ക് മാതാപിതാക്കളോടും ഒപ്പം പോകുന്നതാണോ നല്ലത്? അത് ഒരു വർഷം അല്ലെങ്കിൽ ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ നന്നായിട്ട് പഠിച്ച് 2025 നീറ്റ് എൻട്രൻസ് എക്സാമിൽ നല്ല സ്കോറൊക്കെ നേടി അടുത്ത വർഷത്തെ ക്രിസ്മസ് ഒരുപാട് സന്തോഷത്തോടുകൂടി ഒരു ടെൻഷനും ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ട് പേരൻസിനൊപ്പം ആഘോഷിക്കുന്നതാണോ നല്ലത്? ഇങ്ങനെ ഓർത്ത് നോക്കിയിട്ട് ഈ വർഷത്തെ ക്രിസ്മസിനെ ഏറെ സന്തോഷപൂർവ്വം മനസ്സിൽ സ്വീകരിച്ച് പുതുവത്സരത്തെ വരവേൽക്കാനുള്ള സന്തോഷമൊക്കെ നമ്മൾ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ 2025 നീറ്റിൽ വിജയിക്കുമെന്ന ഉറച്ച തീരുമാനത്തിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ബെർലിൻ്റെ നിങ്ങളുടെ ഒപ്പമുണ്ട്. ഇനി വരുന്ന അപ്ഡേഷൻസ് എല്ലാം ഏറ്റവും ആദ്യം ശിവൻ സാർ പറഞ്ഞ പോലെ ഏറ്റവും ആധികാരികമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും. ഒരു ടെൻഷനും വേണ്ട, ബെർലിൻ്റെ നിങ്ങൾക്കൊപ്പമുണ്ട്. എന്ത് മാറ്റത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളെ വിജയത്തിലെത്തിക്കുക എന്ന ഏക ലക്ഷ്യവുമായി ബെർലിൻഡ് നിങ്ങളോടൊപ്പമുണ്ട്. ഇന്ന് ലോകമെമ്പാടും ഇരുന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.